ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് നോളജ് ബൂസ്റ്റർ ഹാഷ്ടീന വേൾഡ്. ഞാൻ PSC റിലേറ്റഡ് ഫാക്ട്സാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ക്ലാസ് ഇടുന്നത്. എൻ്റെ ചാനൽ ഇതുകൂടാതെ തന്നെ അക്കൗണ്ടിങ് ക്ലാസ്സുണ്ട്. അത് ഒന്നിടവിട്ട ക്ലാസ്സാണ്. രാവിലെയാണ് അത് അപ്ലോഡ് ചെയ്യുന്നത്. PSC ക്ലാസ്സുകൾ എല്ലാ ദിവസവും രാത്രി അപ്ലോഡ് ചെയ്യുന്നതാവും. നിങ്ങൾ നേരത്തെ എൻ്റെ ക്ലാസ്സുകളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാത്തിൻ്റെയും ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കുകൾ ഫസ്റ്റ് തുടങ്ങി ഓരോ പാർട്ടിന് ഞാൻ ഫസ്റ്റ് എന്നുള്ളൊരു പാറ്റേണിലാണ് ഫോളോ ചെയ്യുന്നത്. അതെല്ലാം നിങ്ങൾ ഓരോന്നായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഈ പുതിയ ക്ലാസ് കാണാൻ ശ്രമിക്കുക. കാരണം എല്ലാം ഒരു ലിങ്ക് അനുസരിച്ചാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഭൂമിശാസ്ത്രമാണ്. അപ്പോൾ SCERT ബേസ്ഡ് പ്ലസ് റാങ്ക് ഫയലാണ്. സിലബസ് ബേസ്ഡാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എല്ലാ പോർഷനും നമ്മൾ കവർ ചെയ്യണമെങ്കിൽ ഞാൻ എടുക്കുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓൾ എന്നുള്ള ഓപ്ഷനും എനേബിൾ ആക്കണം. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അന്നത്തെ ദിവസം തന്നെ. കാരണം 10th എക്സാം മെയിൽ ഉണ്ടാവുന്നൊരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ബേസിക്സ് തുടങ്ങി മാക്സിമം സിലബസിലുള്ളത് മൊത്തം ഞാൻ കവർ ചെയ്യാൻ നോക്കുന്നുണ്ട്. SCERT മാത്രമല്ല, റാങ്ക് ഫയലും എക്സ്ട്രാ പോയിൻറ്റ്സും ഞാൻ കളക്ട് ചെയ്യുന്നുണ്ട് മാക്സിമം. അപ്പോൾ നിങ്ങൾ ക്ലാസ് ദയവേത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ആ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ എന്നോട് ക്ലിയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന് റിപ്ലൈ തരാം. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ചെയ്യണം. അപ്പോൾ ഞാൻ ക്ലാസ്സിലോട്ട് കിടക്കുകയാണ്. ഞാൻ ഇന്നലെ ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു, കാറ്റ്. അതിലെ ആഗോളവാദങ്ങളും കരക്കാറ്റ്, കടക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ്, പല ടൈപ്പ് കാറ്റുകൾ ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പെടുന്ന ഒന്നും കൂടിയാണ് പ്രാദേശികവാദങ്ങൾ. അതിന്ന് ക്ലാസ് എടുക്കാനാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ പ്രാദേശികവാദങ്ങളാണ് പല പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന പല പേരുകളിൽ അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ. ചിലതാണ് ഞാൻ അതിൽ എഴുതിയേക്കണം. ലൂ, മാംഗൂഷവേഴ്സ്, ചിനൂക്ക്, ഫോൻ, ഹർമാറ്റൻ, മിസ്ട്രൽ. ഇങ്ങനത്തെ പല പേരുകളിൽ പ്രാദേശികവാദങ്ങൾ അറിയപ്പെടും. ശരിക്കും ഈ പ്രാദേശികവാദങ്ങൾ താരതമ്യേന ചെറിയ പ്രദേശത്ത് മാത്രമായി അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദങ്ങളാണ് ലൂ, മാംഗോഷവർ, കാൽബൈശാഖി എന്നീ കാറ്റുകൾ. പേരാണ് കേട്ടോ, പല പേരാണ് കാറ്റുകൾക്ക് കൊടുത്തേക്കുന്നത്. ഓരോ പ്രദേശങ്ങളിൽ പല പേരുകളിലാണ് അനുഭവപ്പെടുന്നത്. ലൂ, മാംഗോഷവേഴ്സ്, കാൽബൈശാഖി. എന്നാൽ ലോകത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നതാണ് ചിനൂക്ക്, ഫോൻ, ഹർമാറ്റൻ, മിസ്ട്രൽ. അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഈ ചിനൂക്ക് എന്നുള്ളത് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് ഫസ്റ്റ് വൺ. അതെവിടെയാണ് സംഭവിക്കുന്നത്? വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന കാറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ചിനൂക്ക് എന്നാണ് അതിൻ്റെ ആൻസർ. ഈ കാറ്റിൻ്റെ ഫലമായി റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിൽ മഞ്ഞുരുകി മാറും. ഈ കാറ്റ് വരുമ്പോൾ മഞ്ഞ് അവിടുത്തെ മാറ്റാനായിട്ട് കാറ്റ് സഹായിക്കും. അതുകൊണ്ട് ഇവയ്ക്ക് മഞ്ഞുതീനി എന്നൊരു പേരും കൂടിയുണ്ട്. മഞ്ഞുതീനി എന്നുള്ള പേരും കൂടിയുള്ള കാറ്റ് ഏതാണെന്ന് വെച്ചാൽ ചിനൂക്കാണ്. ഈ ശൈത്യത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതിനാൽ കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് ഏറെ പ്രയോജനപ്രദമാണ് ഈ കാറ്റ്. അതായത് ശൈത്യത്തിൻ്റെ കാഠിന്യം, റോക്കി പർവ്വതനിരയിലെ മഞ്ഞുരുകി മാറ്റാൻ ഈ കാറ്റ് സഹായിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ശൈത്യത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുകയാണ്. അപ്പോൾ ഗോതമ്പ് കൃഷിക്കൊക്കെ, കനേഡിയൻ ഏരിയയിൽ ഗോതമ്പ് കൃഷി നടത്തുന്ന കർഷകർക്കൊക്കെ ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ഒരു കാറ്റാണ് ചിനൂക്ക്. അപ്പോൾ ചിനൂക്ക് എവിടെയാണ്? വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന കാറ്റാണ് ചിനൂക്ക്. അത് മാത്രമല്ല, ഇതിന് മഞ്ഞുതീനി എന്നൊരു അർത്ഥമുണ്ട്. പിന്നെ കനേഡിയൻ ഭാഗത്ത് ഗോതമ്പ് കൃഷിക്ക് ഏറെ പ്രയോജനമുള്ള ഒരു കാറ്റാണ് ചിനൂക്ക്. അടുത്തതാണ് ഫോൻ. ഈ ഫോൻ എന്ന് വെച്ചാൽ ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വരത്തേക്ക് വീശുന്ന കാറ്റ്. ഇതെവിടെയാണ്? ആൽപ്സ് പർവ്വതനിരയിൽ ആണ് സംഭവിക്കുന്നത്. അത് അവിടെ നിന്ന് കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് ഫോൻ. ഈ കാറ്റ് താഴ്വാരത്തേക്ക് ഇറങ്ങുമ്പോൾ സമ്മർദ്ദം കൊണ്ട് ചൂടാകുന്നതിനാൽ ആ ഭാഗത്തെ അന്തരീക്ഷത്തിൻ്റെ തണുപ്പിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ കാരണമാകുന്നു. ഈ കാറ്റ് താഴ്വാരത്തേക്ക് ഇറങ്ങുമ്പോൾ സമ്മർദ്ദം കൊണ്ട് ചൂടാകും. അപ്പോൾ ആ ഭാഗത്തെ തണുപ്പിൻ്റെ കാഠിന്യം കുറയാനും ഈ കാറ്റ് സഹായിക്കും ഫോൻ. അപ്പോൾ എവിടെയാണ് സംഭവിക്കുന്നത്? ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്കാണ് ഇത് വീശുന്നത്. അതുമാത്രമല്ല, ആ ഭാഗത്തെ അന്തരീക്ഷത്തിലെ തണുപ്പിൻ്റെ കാഠിന്യം കുറയാനും സഹായിക്കുന്നതാണ് ഫോൻ. അടുത്തതാണ് ഹർമാറ്റൻ. ഹർമാറ്റൻ എന്ന് വെച്ചാൽ മരുഭൂമിയിൽ സംഭവിക്കുന്ന ഒരു കാറ്റാണ്. അതെവിടെയാണ്? ആഫ്രിക്ക സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശികവാദം. ആഫ്രിക്കയിൽ തന്നെയാണ് സംഭവിക്കുന്നത്. അത് ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശികവാതകമാണ് ഹർമാറ്റൻ കേട്ടോ. മൂന്നാമത്തെ ഹർമാറ്റൻ. ഇതിൻ്റെ പേര്, ഇത് ഡോക്ടർ എന്ന പേരിലും അറിയപ്പെടും.
പല പേരുകളിൽ ഇവ അറിയപ്പെടും. ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ഹർമാറ്റൻ. അപ്പോൾ മഞ്ഞുതീനി എന്നർത്ഥം വരുന്നത് ചിനൂക്കാണ്. അപ്പോൾ ഡോക്ടർ ഏതാണ്? ഹർമാറ്റനാണ്. അതെവിടെയാണ്? ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശിക വാതകമാണ് ഹർമാറ്റൻ. അടുത്തതാണ് ആൽപ്സ് പർവ്വതനിരയിൽ തന്നെ റോൺ താഴ്വരയിലൂടെ മെഡിറ്ററേനിയൻ കടലിലേക്ക് വീശുന്ന ശീതക്കാറ്റുകളാണ് മിസ്ട്രൽ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റോൺ താഴ്വരയിലൂടെ മെഡിറ്ററേനിയൻ കടലിൻ്റെ ഉള്ളിലേക്ക് വീശുന്ന ശീതക്കാറ്റുകൾ. അതുമാത്രമല്ല ശീതക്കാറ്റുമാണ് മിസ്ട്രൽ. ശീതക്കാറ്റ് ഏതാണെന്ന് വെച്ചാൽ ഇതിൽ ഇപ്പോൾ എല്ലാം കൂടി കൊടുത്തിട്ട് ഇതിൽ ശീതക്കാറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് മിസ്ട്രലാണ്. അത് മാത്രമല്ല ആൽപ്സ് പർവ്വതനിരയിൽ നിന്നും റോൺ താഴ്വരയിലൂടെ ഈ ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് ഫോൻ. എന്നാൽ ഇത് ആൽപ്സ് പർവ്വതനിരയിൽ നിന്നും റോൺ താഴ്വരയിലൂടെ മെഡിറ്ററേനിയൻ കടലിലേക്ക് വീശുന്ന ശീതക്കാറ്റാണ് മിസ്ട്രൽ. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലാക്കട്ടെ. മെഡിറ്ററേനിയൻ കടലിലേക്ക് വീശുന്ന ശീതക്കാറ്റ് എന്ന് വെച്ചാൽ മിസ്ട്രൽ എഴുതണം. അല്ലെങ്കിൽ ആൽപ്സ് പർവ്വതനിര കടന്നു പോകുന്ന കാറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് ഫൊന്നാണ് കേട്ടോ. പിന്നെ ഒന്നുണ്ട് ലവൻറ്റ്. അത് ഞാൻ അതിൽ എഴുതിയിട്ടില്ല. സ്പെയിനിൽ അനുഭവപ്പെടുന്നതാണ് ലവൻറ്റ്. അത് വരണ്ട കാറ്റാണ്. സ്പെയിനിൽ അനുഭവപ്പെടുന്ന വരണ്ട കാറ്റാണ് ലവൻറ്റ്. പിന്നെ ഞാൻ നേരത്തെ ഇത് ലൂ മാംഗോഷവറൊക്കെ ഒക്കെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. അടുത്തതാണ് ദക്ഷിണേന്ത്യയിൽ വീശുന്ന. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ലൂ ആണെങ്കിൽ ദക്ഷിണേന്ത്യൻ സമതലങ്ങളിൽ വീശുന്നത് മാംഗോ ഷവേഴ്സ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ പേര് വന്ന കാരണം ഈ കാറ്റ് മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവയ്ക്ക് മാംഗോ ഷവേഴ്സ് എന്നുള്ള പേര് വന്നത്. അപ്പോൾ എന്താണ് ഇവയ്ക്ക് മാംഗോ ഷവേഴ്സ് എന്നുള്ള പേര് വന്നത്? മാങ്ങ പഴുത്തിട്ട് അവ പൊഴിയാൻ സഹായിക്കും. അതാണ് മാംഗോ ഷവേഴ്സ്. ലൂ എന്ന് വെച്ചാൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ്. അപ്പോൾ ആദ്യത്തെ ഏതാണ്? ചിനൂക്കാണ്. ചിനൂക്ക് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയിലൂടെ കിഴക്കൻ ചെരുവിലോട്ട് വീശുന്നതാണ് ചിനൂക്ക്. മഞ്ഞുതീനി എന്നർത്ഥമുണ്ട്. പിന്നെ ഗോതമ്പ് കൃഷിക്ക് ഏറെ പ്രയോജനമാണ്. രണ്ടാമത്തെ ഫൊൻ. ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് ഫൊൻ. പിന്നെ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്നതാണ് ഹർമാറ്റൻ. അത് ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. പിന്നെ ആൽപ്സ് പർവ്വതനിരയിൽ നിന്നും റോൺ താഴ്വരയിലൂടെ മെഡിറ്ററേനിയൻ കടലിലേക്ക് വീശുന്ന ശീതക്കാറ്റ് കേട്ടോ, ഒന്ന് ഇതാക്കണം, മിസ്ട്രലാണ്. പിന്നെ സ്പെയിനിൽ അനുഭവപ്പെടുന്ന വരണ്ട കാറ്റാണ് ലവൻറ്റ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ലൂവും ദക്ഷിണേന്ത്യയിലാണെങ്കിൽ അത് മാംഗോ ഷവേഴ്സ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. അടുത്ത കാറ്റാണ് അസ്ഥിരവാദങ്ങൾ കേട്ടോ. അസ്ഥിരവാദങ്ങൾ എന്ന് വെച്ചാൽ ചില പ്രത്യേക അന്തരീക്ഷാവസ്ഥകൾ രൂപം കൊള്ളുന്നതും തികച്ചും വ്യത്യാസ സ്വഭാവ സവിശേഷതകളോട് കൂടിയതായിരിക്കും. കാരണം ചില പ്രത്യേക അന്തരീക്ഷ കാലാവസ്ഥയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല ഇതിന് പ്രത്യേകമായിട്ടൊരു സ്വഭാവമില്ല. കാറ്റിൻ്റെ വേഗത കൂടുതലായിരിക്കും, കുറവായിരിക്കും, ഇന്ന ടൈമിൽ ആവർത്തിക്കും, അങ്ങനെയൊന്നുമില്ല. അതിനൊരു വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളോട് കൂടിയതാണ് അസ്ഥിരവാദങ്ങൾ. അത് ഈ പേരിൽ തന്നെ ഉണ്ടല്ലോ, അസ്ഥിരമായിരിക്കും, ഒരു സ്ഥിരതയില്ലാത്ത വാദങ്ങളാണ് അസ്ഥിരവാദങ്ങൾ. ഇതിന് ഉദാഹരണങ്ങളാണ് ചക്രവാതങ്ങളും പ്രതിചക്രവാതങ്ങളും കേട്ടോ. ചക്രവാതങ്ങൾ എന്ന് വെച്ചാൽ അന്തരീക്ഷത്തിൽ ഒരു ന്യൂനമർദ്ദ പ്രദേശവും അതിന് ചുറ്റുമായി ഉച്ചമർദ്ദം സൃഷ്ടിക്കപ്പെടുന്നത് ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. അതായത് അന്തരീക്ഷത്തിൽ ഒരു ന്യൂനമർദ്ദ പ്രദേശം അതിന് ചുറ്റും ഉച്ചമർദ്ദവും. അപ്പം അങ്ങനെ ആകുമ്പോൾ ഈ ന്യൂനമർദ്ദ കേന്ദ്രത്തിലേക്ക് ചുറ്റുമുള്ള ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്നും അതിശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്നു. അതായത് ന്യൂനമർദ്ദം നടുവിലായിരിക്കുമല്ലോ, അപ്പോൾ പുറത്തുള്ള ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്ന് കാറ്റ് അതിശക്തമായി ഉള്ളിലേക്ക് വീശുന്നു. അതാണ് ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നത്. ഈ കൊറിയോലിസിസ് പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ ചക്രവാതങ്ങൾ കാറ്റ് വീശുന്നത് എതിർ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ ഘടികാര ദിശയിലും. കൊറിയോലിസിസ് പ്രഭാവത്തിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ക്ലാസ്സിൽ, അതിൻ്റെ ഫലമായിട്ട് ഈ ചക്രവാതങ്ങൾ ഉത്തരാർദ്ധഗോളത്തിൽ എതിർ ഘടികാര ദിശയിലും ആയിരിക്കും വീശുന്നത്, ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ ഘടികാര ദിശയിലും വീശും. പിന്നെ രൂപപ്പെടുന്ന കാലാവസ്ഥാ മേഖലകളുടെ അടിസ്ഥാനത്തിൽ ചക്രവാതങ്ങൾ ഉഷ്ണമേഖലാ ചക്രവാതങ്ങളും മിതോഷ്ണമേഖലാ ചക്രവാതങ്ങളും രണ്ടായിത്തിരിക്കുന്നു. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഉഷ്ണമേഖലാ ചക്രവാതങ്ങളും മിതോഷ്ണമേഖലാ ചക്രവാതങ്ങളും. ഉഷ്ണമേഖലാ ചക്രവാതത്തിന് ഉദാഹരണമാണ് ഓക്കി കേട്ടോ. ഓക്കി എന്നാണ് ഇതാക്കിയതെന്ന് വെച്ചാൽ 2017 നവംബറിലാണ് സംഭവിച്ചത് ഓക്കി. പിന്നെ ഉഷ്ണമേഖലാ സമുദ്രപ്രദേശത്തും പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടാകുന്ന പ്രാദേശിക മർദ്ദവ്യതിയാനം മൂലമുണ്ടാകുന്ന ചക്രവാതമാണ് ഉഷ്ണമേഖലാ ചക്രവാതം. ഉഷ്ണമേഖലാ ചക്രവാതം എങ്ങനെ ഉണ്ടാകുന്നത്? ഉഷ്ണമേഖലാ സമുദ്രപ്രദേശത്ത് പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടാകുന്ന പ്രാദേശിക മർദ്ദവ്യതിയാനം മൂലമുണ്ടാകുന്ന ചക്രവാതമാണ് ഉഷ്ണമേഖലാ ചക്രവാതം.
അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അന്തരീക്ഷത്തിലൊരു ന്യൂനമർദ്ദ പ്രദേശം ഉണ്ടാവും, അതിന് ചുറ്റും ഉച്ചമർദ്ദം ഒഴിക്കുക. അപ്പോൾ ഈ ചുറ്റുമുള്ള ഉച്ചമർദ്ദത്തിൽ ചുറ്റുമുള്ള ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്നും ന്യൂനമർദ്ദ കേന്ദ്രത്തിലേക്ക് അതിശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്നു. അതാണ് ചക്രവാതങ്ങൾ. രണ്ടാമത്തെയാണ് പ്രതിചക്രവാതങ്ങൾ. അത് നേരെ ഓപ്പോസിറ്റ്. ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്നും ചുറ്റുമുള്ള മറ്റേല് ന്യൂനമർദ്ദ കേന്ദ്രം ഉള്ളിലാണെങ്കിൽ ഈ പ്രതിചക്രവാതങ്ങളിൽ ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്നും ചുറ്റുമാണ് ന്യൂനമർദ്ദം. അപ്പോൾ ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്നും ചുറ്റുമുള്ള ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്ക് ശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്നതാണ് പ്രതിചക്രവാതം. അങ്ങനെയാവുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ചക്രവാതങ്ങൾ കാറ്റ് വീശുന്നത് ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ എതിർ ഘടികാര ദിശയിലായിരിക്കും പ്രതിചക്രവാതങ്ങളുടെ കാറ്റിൻ്റെ ദിശ. അപ്പം ഇത്രയുമാണ് അതിലുള്ളത്. ചക്രവാതങ്ങൾ എന്താണെന്ന് മനസ്സിലായില്ലേ? ഒരു പ്രദേശത്ത് ഒരു ന്യൂനമർദ്ദ പ്രദേശവും അതിന് ചുറ്റും ഉച്ചമർദ്ദമായിട്ട് സൃഷ്ടിക്കപ്പെടും. അതാണ് ചക്രവാതങ്ങളുടെ മെയിൻ കാരണം. പിന്നെയെന്ന് വെച്ചാൽ ഈ ചക്രവാതങ്ങൾ ഉത്തരാർദ്ധഗോളത്തിൽ എതിർ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലുമാണ് വീശുന്നത്. ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ, മിതോഷ്ണമേഖലാ ചക്രവാതങ്ങൾ എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഉഷ്ണമേഖലാ ചക്രവാതത്തിന് ഉദാഹരണമാണ് ഓക്കി. അത് ഏത് സംഭവത്താണ് ആഞ്ഞടിച്ചത്? 2017 നവംബറിൽ നമ്മുടെ കേരളത്തിൻ്റെയും ലക്ഷദ്വീപിലോൻ്റെ തീരപ്രദേശങ്ങളാണ് ആഞ്ഞടിച്ചത്. പ്രതിചക്രവാതം എന്ന് വെച്ചാൽ ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തോട്ടുള്ള ചുറ്റുമുള്ള ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്ക് ശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്ന പ്രതിഭാസമാണ് പ്രതിചക്രവാതം. ഈ രണ്ട് ചക്രവാതങ്ങളും അസ്ഥിരവാതങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പം ഇതിൽ നമ്മൾ പ്രത്യേകമായിട്ട് നോക്കുന്ന ചക്രവാതങ്ങൾ ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്ന് നടുവിലുള്ള ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്കാണ് അതിശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്നത്. അങ്ങനെയാണ് ചക്രവാതങ്ങൾ സംഭവിക്കുന്നത്. പ്രതിചക്രവാതമാണെങ്കിൽ ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്ന് ന്യൂനമർദ്ദ കേന്ദ്രത്തിലേക്ക്, പുറത്താണ് ന്യൂനമർദ്ദം, അങ്ങോട്ട് അതിശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്നതാണ് പ്രതിചക്രവാതം. അപ്പോൾ കാറ്റിൽ പലതുണ്ട്. വാണിജ്യവാദങ്ങളുണ്ട്. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞാണ് കടൽക്കാറ്റ്, കരക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ്, പ്രാദേശിക വാദങ്ങൾ, മൺസൂൺ കാറ്റ്, ഇങ്ങനെ പല കാറ്റുകളുണ്ട്. അപ്പോൾ പല ടൈമിൽ പല ക്വസ്റ്റ്യൻസ് ചോദിച്ചാണ്. അതെല്ലാം മനസ്സിലാവണം. അതുകൊണ്ട് തന്നെ മറ്റേ ലിങ്ക് ഫോളോ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇതും പഠിക്കാനായിട്ട്. പിന്നെ പ്രാദേശികവാദങ്ങൾ പല പേരിൽ പല സ്ഥലത്ത് അനുഭവപ്പെടുന്നതാണ്. ലൂ, മാംഗോ ഷവേഴ്സ്, കാൽബൈശാഖിയൊക്കെ നമ്മുടെ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദങ്ങളാണ്. ഇതൊക്കെയാണ് ഇതിലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാറ്റുകളുടെ ടോപ്പിക്കിൽ വരുന്നത്. അപ്പോൾ അടുത്തതാണ് ഘനീകരണ രൂപങ്ങൾ എന്നുള്ളൊരു ടോപ്പിക്ക്. ഇത് 9ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിൽ വരുന്നതാണ്. SCERT ഫോമാറ്റിൽ സർവവും സൂര്യനാൽ എന്നുള്ളൊരു പാഠത്തിലാണ് ഇത് വരുന്നത്. അത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഘനീകരണ രൂപങ്ങൾ വരുന്നത് ഈ അന്തരീക്ഷം, കാറ്റുകൾ, ഇതിൻ്റെയൊക്കെ ഒരു സബ് ടോപ്പിക്കായിട്ട് തന്നെയാണ് ഈ ഘനീകരണ രൂപങ്ങൾ വരുന്നത്. അതാണ് ഞാനിപ്പോൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഘനീകരണ രൂപങ്ങൾ എന്ന് വെച്ചാൽ അന്തരീക്ഷം പൂരിതാവസ്ഥയിലെത്തിയതിനു ശേഷം നീരാവി അന്തരീക്ഷത്തിലെത്തുകയോ താപനില ഗണ്യമായി കുറയുകയോ ചെയ്താൽ നീരാവിക്ക് സംഭവിക്കുന്നതാണ് ഘനീകരണം. അതായത് നീരാവി ഘനീകരിച്ചു പോകും. അതായത് അന്തരീക്ഷം ഒരവസ്ഥയിലെത്തിയതിനു ശേഷം നീരാവി അന്തരീക്ഷത്തിലെത്തുമ്പോൾ താപനില ഗണ്യമായിട്ട് കുറയും. അപ്പോൾ ആ നീരാവിക്ക് സംഭവിക്കുന്നതാണ് ഘനീകരണം. ഈ ഘനീകരണം സംഭവിച്ചു കഴിഞ്ഞാൽ പല രൂപങ്ങളിലാണ് നീരാവി കാണപ്പെടുന്നത്. അതാണ് തുഷാരം, മൂടൽമഞ്ഞ്, ഹിമം, മേഘങ്ങൾ. നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ, തുഷാരം, മൂടൽമഞ്ഞ്, ഹിമം, മേഘങ്ങൾ. ഇങ്ങനെ പ്രധാനമായിട്ടും 4 രീതിയിലാണ് നീരാവി ഘനീകരിച്ച് കഴിഞ്ഞാൽ ഈ 4 രൂപങ്ങൾ കാണപ്പെടുന്നത്. ഒന്നാമത്തെ തുഷാരം നമുക്കറിയാലോ, പ്രഭാതങ്ങളിലെ പുൽക്കൊടികളിലും ഇലകളിലും മറ്റ് തണുത്ത പ്രതലങ്ങളിലൊക്കെ ജലത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന കാണാം നമുക്കത്. അതാണ് തുഷാരം. വെളുപ്പിനെ എണീറ്റ് നോക്കുമ്പോൾ ഈ ഇലയുടെ തുമ്പത്തും പിന്നെ പുൽക്കൊടികളുടെ ഉള്ളിലും പ്രഭാതങ്ങളിലൊക്കെ ജലത്തുള്ളികൾ ചെറിയൊരു ഇതിൽ കാണാം. അതാണ് തുഷാരം. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ രാത്രി കാലങ്ങളിൽ ഭൗമോപരിതലം തണുക്കുന്നതിനെ തുടർന്ന് ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗവും തണുക്കുന്നു. രാത്രി തണുക്കുമല്ലോ നമ്മുടെ ഭൗമോപരിതലം. അപ്പോൾ ആ ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗവും തണുക്കുന്നു. അപ്പം നീരാവി ഘനീഭവിച്ച് വെള്ളത്തുള്ളികളായിട്ട് ഭൂമിയുടെ പലതരത്തിലുള്ള ഉപരിതലത്തിൽ ഇങ്ങനെ തണുത്ത പ്രതലത്തിൽ പറ്റിപ്പിടിക്കും. അങ്ങനെയാണ് ഈ തുഷാരം സംഭവിക്കുന്നത്. സൂര്യോദയം ആകുമ്പോൾ തുഷാരം അപ്രത്യക്ഷമാകും. അപ്പോൾ വെയിലാവുമ്പോൾ ആ വെള്ളത്തുള്ളി ഇതായി പോകും, ചൂടിൻ്റെ കാഠിന്യം സഹിക്കാണ്ട് ഇതായി അപ്രത്യക്ഷവും. അതുവരെയും ഇതിങ്ങനെ ഇലത്തുള്ളിലും പ്രതലങ്ങളിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ വെളുപ്പിനെ
വെളുപ്പിനല്ല, ശരിക്കും രാത്രി കാലങ്ങളിൽ ഈ ഭൗമോപരിതലം ഭയങ്കര തണുക്കുമ്പോൾ ആ ഭൗമോപരിതലത്തിലെ തണുപ്പ് കൊണ്ട് ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗവും തണുക്കും. അപ്പം നീരാവി ഘനീഭവിച്ച് വെള്ളത്തുള്ളികളായിട്ട് ഭൂമിയുടെ ഉപരിതലത്തിലെ പല പ്രതലങ്ങളിലും ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെറിയ മഴത്തുള്ളി അല്ലെങ്കിൽ വെള്ളത്തുള്ളികളാണ് തുഷാരം എന്നറിയപ്പെടുന്നത്. ഇത് സൂര്യോദയം ആകുമ്പോഴേക്കും അത് അപ്രത്യക്ഷമായി പോകും. വെളുപ്പിനെ മാത്രം കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് തുഷാരം. അടുത്തതാണ് മൂടൽമഞ്ഞ്, ഫോഗ് അല്ലെങ്കിൽ മിസ്റ്റ് എന്നറിയപ്പെടും. മൂടൽമഞ്ഞ് നമുക്ക് ഈ പ്രത്യേകിച്ച് അതിനൊരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. കാരണം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന നേർത്ത ജലകണികകൾ അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിതാനങ്ങളിലുള്ള പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുമ്പോൾ രൂപം കൊള്ളുന്നതാണ് മൂടൽമഞ്ഞ്. അതായത് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന നേർത്ത ജലകണികകൾ അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിതാനങ്ങളിലുള്ള പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുമ്പോൾ രൂപം കൊള്ളുന്നതാണ് മൂടൽമഞ്ഞ്. നമുക്ക് മൂടൽമഞ്ഞ് എന്താണെന്നുള്ളത് നമുക്കറിയാം, പക്ഷേ ഇങ്ങനൊരു ഡെഫിനിഷൻ അതിനുണ്ടെന്ന് നമുക്കറിയില്ലായിരിക്കും. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവില്ല മൂടൽമഞ്ഞാന്ന്. അത് മെയിനായിട്ട് ഇങ്ങനെയുള്ളൂ, അന്തരീക്ഷത്തിൽ എപ്പോഴും നേർത്ത ജലകണികൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ തങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള പൊടിപടലങ്ങളുമായിട്ട് ഇവ ഘനീകരിക്കും. ഇവ രണ്ടും കൂടി പ്രതിപ്രവർത്തിച്ചിട്ട് രൂപം കൊള്ളുന്നതാണ് മൂടൽമഞ്ഞ്. ഈ മൂടൽമഞ്ഞാണെങ്കിൽ മൂടൽമഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ച 1 കിലോമീറ്റർ ദൂരത്തിലും കുറവാണെങ്കിൽ അതറിയപ്പെടുന്നതാണ് കനത്ത മൂടൽമഞ്ഞ്, ഫോഗ് എന്നറിയപ്പെടും. മൂടൽമഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ച 1 കിലോമീറ്റർ ദൂരത്തിലും കുറവാണെങ്കിൽ, അതായത് ഭയങ്കരമായിട്ട് മഞ്ഞൊടിച്ചിരിക്കുകയാണെങ്കിൽ അത് കനത്ത മൂടൽമഞ്ഞ് എന്ന പേരിൽ അറിയപ്പെടും, ഫോഗ് എന്നറിയപ്പെടും. എന്നാൽ മൂടൽമഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ച 1 കിലോമീറ്റർ ദൂരത്തിലും അധികമാണെങ്കിൽ അത് നേർത്ത മൂടൽമഞ്ഞാണ്. നമുക്ക് കാണാൻ പറ്റും, കുറച്ചൊക്കെ കാണാൻ പറ്റുമെങ്കിൽ അത് നേർത്ത മൂടൽമഞ്ഞാണ്. 1 കിലോമീറ്റർ ദൂരത്തിലും അധികമാണെങ്കിൽ ദൂരക്കാഴ്ച കാണാൻ പറ്റുമെങ്കിൽ അത് മിസ്റ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ഇതിൽ തന്നെ ഉള്ളതാണ് സ്മോഗ്. അത് വ്യാവസായിക മേഖലകളിൽ പുകയും മൂടൽമഞ്ഞും കൂടിക്കലർന്ന് രൂപം കൊള്ളുന്ന അന്തരീക്ഷാവസ്ഥയാണ് സ്മോഗ്. വ്യവസായ മേഖലകളിൽ എന്തായാലും പുക ഉണ്ടാവുമല്ലോ, ഫാക്ടറിയിൽ നിന്നൊക്കെ പുകയും ഇതും പൊടിപടലങ്ങളുണ്ടാവും. അപ്പോൾ ഈ പുകയും മൂടൽമഞ്ഞും കൂടിക്കലർന്ന് രൂപം കൊള്ളുന്ന അന്തരീക്ഷാവസ്ഥയാണ് സ്മോഗ്. മൂടൽമഞ്ഞ് എന്താണ്, അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന എപ്പോഴും നേർത്ത ജലകണികളും അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പൊടിപടലങ്ങളും കേന്ദ്രീകരിച്ച് നടക്കുമ്പോൾ ഈ നീരാവി ഘനീകരണം നടക്കുമ്പോൾ രൂപം കൊള്ളുന്നതാണ് മൂടൽമഞ്ഞ്. ഈ മൂടൽമഞ്ഞ് നമുക്ക് 1 കിലോമീറ്ററിലധികം നമുക്കൊന്നും ദൂരക്കാഴ്ച നമുക്ക് കാണുന്നില്ലെങ്കിൽ അത് കനത്ത മൂടൽമഞ്ഞായിട്ടും ഫോഗ് എന്നുള്ള പേരിലും, അത് നമുക്ക് കുറച്ചൊക്കെ കാണാം ദൂരക്കാഴ്ച കാണാമെങ്കിൽ അത് നേർത്ത മൂടൽമഞ്ഞാണ്, അത് മിസ്റ്റ്. പിന്നെ വ്യാവസായിക പ്രദേശങ്ങളിൽ പുകയും മൂടൽമഞ്ഞും കൂടിക്കലർന്ന് രൂപം കൊള്ളുന്ന അന്തരീക്ഷാവസ്ഥ സ്മോഗ് എന്ന പേരിലും അറിയപ്പെടുന്നു. അടുത്തതാണ് ഹിമം. ഹിമം എന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ ഉപരിതല താപം 0 ഡിഗ്രി സെൽഷ്യസിനും താഴെയായി കുറയുന്ന പ്രദേശങ്ങളിൽ തുഷാരം നേർത്ത ഹിമകണങ്ങളായി രൂപം കൊള്ളുന്നു. ചില പ്രദേശങ്ങളിൽ രാത്രി കാലങ്ങളിൽ താപം 0 ഡിഗ്രിക്ക് കുറവായിരിക്കും, സെൽഷ്യസിനും താഴെയായിട്ട് കുറയും. അപ്പോൾ ഈ തുഷാരം, നമ്മൾ ആദ്യം പറഞ്ഞ തുഷാരം തന്നെ നേർത്ത ഹിമകണങ്ങളായി രൂപം കൊള്ളും, ഹിമകണമായിട്ട് രൂപം കൊള്ളും. ആ രൂപീകരണത്തിലുള്ള ആ ഘനീകരണത്തിൻ്റെ പ്രോസസ്സാണ് ഹിമം എന്ന് പറയുന്നത്, ഫ്രോസ്റ്റ് എന്നറിയപ്പെടും. നമ്മൾ തുഷാരം പറഞ്ഞ് നമ്മൾ രാത്രി കാലങ്ങളിൽ നമുക്ക് ഭയങ്കരമായിട്ട് അന്തരീക്ഷം തണുക്കുമ്പോൾ ആ നീരാവി ജലത്തുള്ളികളായിട്ട് നമ്മുടെ തണുത്ത പ്രതലങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കും, സൂര്യോദയം ആകുമ്പോൾ അപ്രത്യക്ഷവും. അപ്പോൾ അത് ഒരു അത്യാവശ്യം തണുപ്പുള്ള ഏരിയകളാണ് ഈ പറയുന്നത്. എന്നാൽ ചില പ്രദേശങ്ങളിൽ നമ്മുടെ ഉപരിതല താപം 0 ഡിഗ്രി സെൽഷ്യസിനും കുറവാണെങ്കിൽ ആ തുഷാരം പിന്നെയും ഹിമകണങ്ങളായിട്ട് പിന്നെയും രൂപം കൊള്ളും, അതിലും തണുത്ത് ഹിമകണമായിട്ട് രൂപം കൊള്ളും. അതാണ് ഹിമം അഥവാ ഫ്രോസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലാസ്റ്റത്തെ ഒരു രൂപമാണ് മേഘങ്ങൾ. നമുക്കറിയാലോ, അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി ഘനീഭവിച്ച് രൂപം കൊള്ളുന്നതാണ് മേഘങ്ങൾ. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി, അതായത് നീരാവി മുകളിലോട്ട് ഉയരുമ്പോൾ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ, മേഘങ്ങൾ പൊടിപടലങ്ങളായിട്ട് പ്രതിപ്രവർത്തിച്ച് നീരാവി ഘനീഭവിച്ച് മേഘങ്ങളായിട്ട് രൂപം കൊള്ളും. അവ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കും. ഈ രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ നമുക്ക് 4ആയിട്ട് തരംതിരിക്കാം കേട്ടോ. സിറസ്, സ്ട്രാറ്റസ്, ക്യുമുലസ്, നിംബസ്. സിറസ് മേഘങ്ങൾ, സ്ട്രാറ്റസ് മേഘങ്ങൾ, ക്യുമുലസ് മേഘങ്ങൾ, നിംബസ് മേഘങ്ങൾ. ഈ സിറസ് മേഘങ്ങൾ എന്ന് വെച്ചാൽ തെളിഞ്ഞ ദിനാന്തരീക്ഷസ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. തെളിഞ്ഞ ദിനാന്തരീക്ഷസ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. ഏറ്റവും മുകളിൽ കാണപ്പെടുള്ളൂ, വളരെ ഉയരങ്ങളിൽ നേരത്തെ തൂവൽക്കെട്ട് പോലെ കാണപ്പെടും. എന്നാൽ താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായി കാണപ്പെടുന്നതാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. താഴ്ന്ന ഏരിയയായിരിക്കും, വളരെ ഉയരത്തിലല്ല, പിന്നെ പാളികളായിരിക്കും, അതാണ് സ്ട്രാറ്റസ്.
അടുത്തതാണ് ക്യുമുലസ്. ഇത് ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്ന തൂവൽക്കെട്ടുകൾ പോലുള്ള ലംബദിശയിൽ കൂടുതൽ വ്യാപിച്ചിരിക്കുന്ന മേഘങ്ങളാണ് ക്യുമുലസ്. ഇതും തൂവൽക്കെട്ട് പോലെ തന്നെയായിരിക്കും ക്യുമുലസ് മേഘങ്ങളും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇത് ലംബ ദിശയിൽ കൂടുതൽ വ്യാപിച്ചിട്ടുണ്ടാവും. ഈ ക്യുമുലസ് മേഘങ്ങൾ ലംബ ദിശയിൽ കൂടുതൽ വ്യാപിച്ചിരിക്കുന്ന മേഘങ്ങൾ അറിയപ്പെടുന്നതാണ് ക്യുമുലസ്. പിന്നെ ലാസ്റ്റത്തെ നിംബസ് മേഘങ്ങളാണ്. ഇത് താഴ്ന്ന വിതാനത്തിൽ കാണുന്ന ഇരുണ്ട മഴമേഘങ്ങളാണ്. നിംബസ് എന്താണ്? താഴ്ന്ന വിതാനത്തിൽ കാണുന്ന ഇരുണ്ട മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്നതാണ് ശരിക്കും നിംബസ് മേഘങ്ങൾ. ആ താഴ്ന്ന വിതാനങ്ങളിലായിരിക്കും. ക്യുമുലസ് ആണെങ്കിൽ ഉയർന്ന സംവഹന പ്രക്രിയ വഴിയായിട്ട് ഇത് ലംബമായിട്ട് കൂടുതൽ വ്യാപിച്ചിരിക്കും, തൂവൽക്കെട്ട് പോലെ തന്നെയായിരിക്കും. സിറസ് മേഘങ്ങളാണെങ്കിൽ ഏറ്റവും ഉയരത്തിലായിരിക്കും, അതും തൂവൽക്കെട്ട് പോലെയായിരിക്കും, പക്ഷെ അധികം ഉണ്ടാവില്ല. പിന്നെ താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായിട്ട് കാണപ്പെടുന്നതാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. ക്യുമുലസും നിംബസും എന്നീ മേഘങ്ങൾ കൂടിക്കലർന്ന് കാണുമ്പോൾ അറിയപ്പെടുന്നതാണ് ക്യുമുലോ നിംബസ് മേഘങ്ങൾ. ക്യുമുലോ നിംബസ് മേഘങ്ങൾ അത് ആ പേര് തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ട് പറഞ്ഞാണ് ക്യുമുലോ നിംബസ് മേഘങ്ങൾ. പിന്നെ ഈ ഒരു കാര്യമുണ്ട്, ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മേഘങ്ങളെ 4ആയിട്ട് തരംതിരിക്കുക. വളരെ ഉയരത്തിൽ കാണുന്ന മേഘങ്ങൾ, മധ്യമേഘങ്ങൾ, താഴ്ന്ന മേഘങ്ങൾ, കൂടുതൽ ഉയരങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുള്ള മേഘങ്ങൾ. അതായത് വളരെ ഉയരത്തിൽ കാണുന്ന മേഘങ്ങൾ എന്ന് വെച്ചാൽ 20,000 മുതൽ 40,000 ഫീറ്റ് വരെ, അങ്ങനെയാണ് വളരെ ഉയരത്തിൽ. പിന്നെ മധ്യമേഘങ്ങൾ എന്ന് വെച്ചാൽ 7,000 മുതൽ 20,000 ഫീറ്റ് വരെ. താഴ്ന്ന മേഘങ്ങളാണെങ്കിൽ 7,000 താഴെ. കൂടുതൽ ഉയരങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുള്ളതാണെങ്കിൽ 2,000 മുതൽ 30,000 ഫീറ്റ് വരെ. അങ്ങനെ 4ആയിട്ട് മേഘങ്ങളെ തരംതിരിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ പറഞ്ഞതാണ്. അങ്ങനത്തെയാണ് ക്യുമുലസ്, നിംബസ്, സ്ട്രാറ്റസ്, സിറസ് മേഘങ്ങൾ. ഈ 4 മേഘങ്ങളും മേഘങ്ങൾ എന്നുള്ള ക്ലാസിഫിക്കേഷനിൽ പെടും. അപ്പം നമ്മൾ പറഞ്ഞ ഘനീകരണ രൂപങ്ങളാണ് തുഷാരം, മൂടൽമഞ്ഞ്, ഹിമം, മേഘങ്ങൾ. തുഷാരം നമ്മൾ ജലത്തുള്ളികൾ ഇങ്ങനെ രാത്രികാലങ്ങളിൽ തണുത്ത പ്രതലങ്ങളിലും പ്രഭാതങ്ങളിലെ പല പുൽക്കൊടിയിലൊക്കെ കാണുന്ന നേർത്ത ജലത്തുള്ളികളാണ് തുഷാരം. ഈ തുഷാരം തന്നെ പിന്നെയും ഘനീകരിച്ചും രൂപം മാറുന്നതാണ് ചില 0 ഡിഗ്രി സെൽഷ്യസിലും താഴെയുള്ള പ്രദേശങ്ങളിൽ സംഭവിക്കുന്നതാണ് ഹിമം. മൂടൽമഞ്ഞാണെങ്കിൽ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന നേർത്ത ജലകണികൾ അന്തരീക്ഷത്തിന് താഴ്ന്ന വിതാനങ്ങളിലുള്ള പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരിക്കുമ്പോഴാണ് മൂടൽമഞ്ഞ് രൂപപ്പെടുന്നത്. അത് നേർത്ത മൂടൽമഞ്ഞുണ്ട്, മിസ്റ്റുണ്ട്, കനത്ത മൂടൽമഞ്ഞുണ്ട്, ഫോഗുണ്ട്. അതിൽ തന്നെ സ്മോഗ് എന്നുള്ളൊരു ടേമും കൂടി വരുന്നുണ്ട്. പിന്നെ മേഘങ്ങൾ എന്ന് വെച്ചാൽ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളിൽ തന്നെ കേന്ദ്രീകരിച്ച് നീരാവി മുകളിലോട്ട് ഘനീഭവിച്ച് രൂപം കൊള്ളുന്നതാണ് മേഘങ്ങൾ. അവ താഴേക്ക് പതിക്കാതെ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു. ഈ മേഘങ്ങളാണ് സിറസ്, സ്ട്രാറ്റസ്, ക്യുമുലസ്, നിംബസ് എന്നീ പല പേരുകളിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ഘനീകരണ രൂപങ്ങളിൽ തന്നെ പെടുന്ന ഒരു ടോപ്പിക്കാണ് വർഷണം. വർഷണം എന്ന് വെച്ചാൽ ഈ മേഘങ്ങളുടെ തന്നെ ഇതാണ് കാര്യമാണ്. തുടർച്ചയായി നടക്കുന്ന ഘനീകരണം മേഘങ്ങളിലെ ജലകണികകളുടെ വലിപ്പം കൂട്ടുന്നു. ഈ ഘനീകരണ പ്രവർത്തനം തുടർച്ചയായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് മേഘങ്ങളിലെ ജലകണികളുടെ വലിപ്പം കൂട്ടും. അപ്പോൾ ഈ ഭൂഗുരുത്വത്തെ പ്രതിരോധിക്കാനാകാതെ വരുമ്പോൾ മേഘങ്ങളിൽ നിന്ന് ജലത്തുള്ളികൾ മോചിപ്പിക്കപ്പെടുകയും അവ വിവിധ രൂപങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് വർഷണം. അതായത് തുടർച്ചയായിട്ട് ഈ ഘനീകരണം നടക്കുമ്പോൾ മേഘങ്ങളിലെ ജലകണികളുടെ വലിപ്പം കൂടും. അപ്പോൾ ഭൂഗുരുത്വ ബലത്തിന് അതിന് പ്രതിരോധിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ജലകണികൾ മേഘങ്ങളിൽ നിന്ന് രൂപപ്പെട്ട് അത് ഭൂമിയിലേക്ക് തന്നെ നേരിട്ട് പതിക്കും. ആ പ്രതിഭാസമാണ് വർഷണം. ആ വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴം. മഴ നമുക്കറിയാലോ, ജലത്തുള്ളികളുടെ രൂപത്തിൽ തന്നെ ഭൂമിയിലേക്ക് പതിക്കുന്നതാണ് മഴ. ജലമായിട്ട് തന്നെ മഴ സംഭവിക്കുമല്ലോ, മേഘങ്ങളിൽ നിന്ന് ജലത്തുള്ളികൾ നേരിട്ട് ഭൂമിയിലേക്ക് മഴത്തുള്ളിയായിട്ട് തന്നെ ജലത്തുള്ളിയായിട്ട് രൂപത്തിൽ സംഭവിക്കുന്ന വർഷമാണ് മഴ അഥവാ റെയിൻഫോൾ. എന്നാൽ അടുത്ത മഞ്ഞുവീഴ്ച എന്ന് വെച്ചാൽ അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസിന് താഴെയായിരിക്കുമ്പോൾ നേർത്ത ഹിമകണങ്ങളായി വർഷണം ഭൂമിയിലെത്തുന്ന പ്രതിഭാസം. നമ്മൾ നേരത്തെ പറഞ്ഞ് മൂടൽമഞ്ഞ്, ഹിമമൊക്കെ പറഞ്ഞ അതുപോലെ അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസിനും താഴെയായിരിക്കുമ്പോൾ മഞ്ഞിൻ്റെ രൂപത്തിൽ തന്നെ ഇത് താഴെ ഭൂമിയിലേക്ക് നേരിട്ട് പതിക്കും. അതാണ് മഞ്ഞുവീഴ്ച. ചില മഞ്ഞ് ഭയങ്കരമായിട്ട് വീഴുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഈ ഡിസംബർ ശൈത്യകാലങ്ങളിലൊക്കെ മഞ്ഞുവീഴ്ചയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ താപനില 0 ഡിഗ്രി സെൽഷ്യസിന് വളരെ -സെൽഷ്യസ് ഡിഗ്രി ആയിരിക്കും. അങ്ങനെ ഭയങ്കര പാടായിരിക്കും അവിടുത്തെ കാലാവസ്ഥ. അവിടെ സംഭവിക്കുന്നതാണ് മഞ്ഞുവീഴ്ച, ഭയങ്കര താപനില ഏറ്റവും കുറവുള്ള പ്രദേശങ്ങളിൽ സ്നോഫോൾ. എന്നാൽ അടുത്ത ഒന്നുണ്ട് ആലിപ്പഴം. അത് മേഘങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ജലത്തുള്ളികൾ അന്തരീക്ഷത്തിൻ്റെ തണുത്ത പാളികളിലൂടെ കടന്നു പോകാനിടയായാൽ അവ തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടകളായി ഭൂമിയിൽ പതിക്കുന്നതാണ് ആലിപ്പഴം.
അതായത് ഈ മേഘങ്ങളിൽ ഇത് കൂടുമ്പോൾ, ജലകണികളുടെ വലിപ്പം കൂടുമ്പോൾ ഭൂഗുരുത്വ ബലത്തെ അവയ്ക്ക് പ്രതിരോധിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ജലത്തുള്ളികൾ എന്ത് ചെയ്യും? അന്തരീക്ഷത്തിൻ്റെ തണുത്ത പാളികളിലൂടെ കടന്നു പോകും. ആ കടന്നു പോകുമ്പോൾ, ആ തണുത്ത പാളികളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ജലത്തുള്ളികൾ മഞ്ഞ് കട്ടയിട്ട് തന്നെ രൂപം മാറും. എന്നിട്ട് നേരിട്ട് താഴോട്ട് പതിപ്പിക്കുന്നതാണ് ആലിപ്പഴം. നമ്മൾ കേട്ടിട്ടുള്ളൊരു ടേമാണ് ആലിപ്പഴം. അത് നേർത്ത മഞ്ഞുകട്ടകളായിട്ട് രൂപത്തിൽ പതിക്കുന്ന ഒരു പ്രതിഭാസമാണ് ആലിപ്പഴം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, മേഘങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ജലത്തുള്ളികൾ അന്തരീക്ഷത്തിൻ്റെ തണുത്ത പാളികളിലൂടെ കടന്നു പോകാനിടയായാൽ അവ തണുത്തുറഞ്ഞ മഞ്ഞുകട്ടയായി ഭൂമിയിൽ തന്നെ പതിക്കുന്ന പ്രതിഭാസമാണ് ആലിപ്പഴം. അപ്പോൾ 3 രീതിയിൽ വർഷം നടക്കാം: മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴം. മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴം. അപ്പോൾ എന്തൊക്കെയാണ് ഘനീകരണ രൂപങ്ങൾ? തുഷാരം, മൂടൽമഞ്ഞ്, ഹിമം, മേഘങ്ങളിൽ തന്നെ സിറസ്, സ്ട്രാറ്റസ്, ക്യുമുലസ്, നിംബസ്. ക്യുമുലസും നിംബസും കൂടുമ്പോൾ ക്യുമുലോ നിംബസ് മേഘങ്ങൾ. നിംബസ് മേഘങ്ങൾ മഴമേഘങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ സിറസ് ആണെങ്കിൽ ഏറ്റവും ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്ന മേഘങ്ങൾ. പിന്നെ സ്ട്രാറ്റസ് പാളികളായിട്ട് അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന പാളികളിൽ കാണപ്പെടുന്നതാണ് സ്ട്രാറ്റസ്. ക്യുമുലസ് എന്ന് വെച്ചാൽ തൂവൽക്കെട്ട് പോലെ തന്നെയാണ് സിറസിലെ പോലെ, പക്ഷേ കൂടുതൽ ലംബമായിട്ട് വ്യാപിച്ചടക്കുന്നതാണ് ക്യുമുലസ്. ഇതിന് വർഷണം എന്ന് വെച്ചാൽ, നമുക്ക് ജലത്തുള്ളികളുടെ വലിപ്പം കൂടുമ്പോൾ ആ ഭൂഗുരുത്വ ബലത്തിന് പ്രതിരോധിക്കാൻ കഴിയാണ്ട് വരുമ്പോൾ അവ നേരിട്ട് ഭൂമിയിലേക്ക് പതിക്കുന്ന ഒരു പ്രതിഭാസമാണ് വർഷണം. അത് ജലത്തുള്ളികളായിട്ട് തന്നെ പതിക്കുന്നതാണ് മഴ. എന്നാൽ അത് അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള പ്രദേശങ്ങൾ മഞ്ഞുകട്ടകളായിട്ട് താഴോട്ട് വീഴുന്നതാണ് മഞ്ഞുവീഴ്ച. എന്നീ ജലത്തുള്ളികൾ മഞ്ഞുപാളികളുടെ ഇടയിൽ കൂടെ പോകുമ്പോൾ അത് കൂടിയിട്ട് മഞ്ഞിൻ്റെ രൂപത്തിൽ ചെറിയ ഇതായിട്ട് താഴോട്ട് പതിക്കുന്നതാണ് ആലിപ്പഴം. അപ്പോൾ ഇത്രയുമാണ് വർഷണത്തിൻ്റെ മോഡൽസും. അപ്പോൾ ഇത് അന്തരീക്ഷത്തിലും സർവ്വവും സൂര്യനാൽ എന്നുള്ളൊരു ടോപ്പിക്കിൽ വരുന്നതാണ്. അന്തരീക്ഷത്തിലും കാറ്റിലും എല്ലാം പെടുന്നൊരു ടോപ്പിക്കാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, SCERT ബുക്കിലുള്ളതാണ്. അപ്പം നിങ്ങൾ ഇതും പഠിച്ചിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ എൻ്റർ ചെയ്താൽ ഞാൻ അതിന് റിപ്ലൈ തരാം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ദയവേത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ക്ലാസ് ആദ്യം കണ്ടിട്ട് കണ്ടിന്യൂസ്ലി അത് റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് കാണുക. ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. പകുതി കണ്ടിട്ട് അത് പിന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് വേറെ പോകരുത്. അപ്പോൾ അതിനെക്കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. ലാസ്റ്റ് വരെ കാണാം. പിന്നെ കൂടുതലായിട്ട് എന്തെങ്കിലും സജഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ എൻ്റർ ചെയ്യണം. ഇതിന് നേരത്തെ നടന്ന ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ ആദ്യം അത് കണ്ടിട്ട് ഈ ക്ലാസ് കാണാൻ ശ്രമിക്കുക. കാരണം ഇതെല്ലാം ഒരു പാറ്റേണിലാണ് എടുക്കുന്ന, ഒരു ലിങ്ക് ഉണ്ട് എല്ലാത്തിനും. അപ്പോൾ ഭൂമിശാസ്ത്രമാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓൾ എന്നുള്ള ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.